യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിൻ്റെ ഓരോ ടൈറ്റിൽസും കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് 900-ലധികം പ്രഭാത വചന ധ്യാനങ്ങൾ പൂർത്തീകരിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റ് മാസം 18-ാം തീയതി പ്രഭാതത്തിൽ 1000-ാമത്തെ പ്രഭാത വചന ധ്യാനം നടക്കും. കഴിഞ്ഞ 1000 പ്രഭാതങ്ങളിൽ നമുക്ക് ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഏതാനും ചില ദിവസങ്ങളിൽ എനിക്ക് നേരിട്ടതായ ഒരു ശാരീരിക അസ്വസ്ഥത നിമിത്തം മുടങ്ങിപ്പോയെങ്കിലും പിന്നീട് ഒരു മുടക്കം പോലും വരുത്താതെ വണ്ണം ഈ പ്രഭാത വചന ധ്യാനം മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ കാണിച്ചതായ സ്നേഹം, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രഭാത വചന ധ്യാനം ഇത്രത്തോളം മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി ഏതാണ്ട് 15 മിനിറ്റിന് ഉള്ളിലുള്ള സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതേ സമർപ്പണത്തോടെ ധ്യാനത്തോടെ ദൈവവചനം സംസാരിപ്പാനും ദൈവം ഇടയാക്കി തീർക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കാണുവാൻ കഴിയുന്നതായ ഒരു സമ്മേളനം ക്രമീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സന്ദേശം അയയ്ക്കുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് ഒരു ദിവസം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് സന്തോഷിപ്പാനും കഴിയുന്ന ദിവസമായിരിക്കും അത്. അതിനുവേണ്ടി ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി അഥവാ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയെ ഓർക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ടും ഓർപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ദൈവത്തിന് ദൂതൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു വിഷയത്തെ പ്രധാനമായിട്ടും ബന്ധിപ്പിക്കുന്നത് ഇന്ന് ദൈവം നമ്മളോട് പറയുന്നതായ സന്ദേശത്തെയാണ്. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല വാർത്തയാണ്. അത് നല്ല വാർത്തയാകുന്നത് എങ്ങനെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നു, അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാനത്തും അവിടെ അവനായിരിക്കുന്നു. നമുക്ക് വേണ്ടി പിതാവിനോട് അവൻ അപേക്ഷിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നു എന്നും, അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യാൻ നേരം ഇപ്രകാരം പറഞ്ഞല്ലോ, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം മുതലേ തൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചിരുന്നു. ആ ലക്ഷണങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലമാകയാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ വേഗം സംഭവിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്കോരോരുത്തർക്കുമുള്ളത്. ഈ പ്രതീക്ഷയോട് ബന്ധിച്ച് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് നമ്മെ വിളിച്ചറിയിക്കുന്നത് വരുവാൻ പോകുന്നതായ വലിയൊരു ന്യായവിധിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം വിവിധ ന്യായവിധികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നതായ ഒരു ന്യായാസനമുണ്ട്. അവിടെ വെച്ച് ദൈവം നമ്മെ ഓരോരുത്തരെയും ന്യായം വിധിക്കും. എന്നാൽ അതേപോലെ തന്നെ പിന്നീട് വെള്ളസിംഹാസന ന്യായവിധി എന്ന് പറയുന്നതായ ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിലാണ് ദൈവം നല്ലവരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ സൊദോം ഗൊമോറയിൽ നടക്കുന്നതായ സംഭവം ദൈവം അബ്രഹാമിനോട് വളരെ വ്യക്തമായി പറഞ്ഞു, താൻ സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നു. എന്താണ് കാരണം? ദൈവം നശിപ്പിക്കാൻ പോകുന്നതിൻ്റെ കാരണം സൊദോമിൻ്റെയും ഗൊമോറയുടെയും പാപമാണ്. അത് സംബന്ധിച്ചുള്ള നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ അവിടെയും നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വേർതിരിവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ വേർതിരിവ് എന്ന് പറയുന്നത് ദുഷ്ടന്മാരും നീതിമാന്മാരും എന്നുള്ളതായ ഒരു വേർതിരിവാണ്.
അതെ, അന്ത്യകാലത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ള ഒരു വേർതിരിവ് ഉണ്ടാകും. ഈ നീതിമാന്മാർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അതേ മാന്യതയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല നീതിമാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നീതിമാന്മാർ ആവുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ എങ്ങനെയാണ് നീതിമാന്മാരാകുന്നത്? അതെ, ഈ ലോകത്തിലെ പാപം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ ആ പാപത്തെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അതേ ഗൊൽഗോത്ത മലമുകളിൽ ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിക്കുക വഴി, നമുക്ക് വേണ്ടി യാഗമാക്കുക വഴി നമ്മുടെ സ്ഥാനത്ത് അവൻ ആ ശിക്ഷ വഹിക്കുന്ന നിമിത്തം അതെ ഇന്ന് നമ്മൾ അവൻ്റെ ആ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പാപമോചനം ലഭിക്കും. അങ്ങനെ പാപമോചനം ലഭിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് നീതിമാന്മാർ എന്ന് പറയുന്നത്. കേവലം നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം ഒരു വ്യക്തി നീതിമാനാവുകയില്ല. മറിച്ച് ദൈവം മുമ്പാകെ ആ വ്യക്തി അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന നീതിമാൻ എന്നുള്ള പദവിയിലേക്ക് കടന്നു വരുന്നത്. ചില ആളുകളൊക്കെ എന്നോട് ചോദ്യം ചോദിക്കാറുണ്ട്, ഇന്നയാൾ സ്വർഗത്തിൽ പോകുമോ? ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് അവർ ധാരാളം നന്മകൾ ചെയ്യുന്നതുകൊണ്ട്, അനേകരെ സഹായിക്കുന്നതുകൊണ്ട്, അനേകരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ആ വ്യക്തി നീതിമാനാണ്, സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യരുടെ പുണ്യപ്രവൃത്തികളെല്ലാം തന്നെ കറ പുരണ്ട തുണി പോലെയാണ്. നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും, നമുക്ക് മനസ്സംതൃപ്തി കിട്ടുന്നതായ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അവിടെ നേർച്ചയോ കാഴ്ചയോ മറ്റേതെങ്കിലും അർപ്പിച്ചാലും നമ്മുടെ പാപങ്ങൾക്ക് യാതൊരു പരിഹാരവും ലഭിക്കില്ല. നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം വരുത്തിയതായ ഏക പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ വിശ്വസിക്കുന്ന ഒരുവന് മാത്രമേ അതേ ദൈവത്താലുള്ള അംഗീകരണം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ദൈവത്താൽ അംഗീകരണം പ്രാപിച്ചവരാണ് നീതിമാന്മാർ എന്ന് പറയുന്നത്. ആ നീതിമാന്മാരെ ന്യായവിധിയിൽ നിന്നും ദൈവം രക്ഷിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്ക് ഈ ലോത്തുമായിട്ടുള്ള ബന്ധത്തിൽ ദൂതന്മാർ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നോക്കൂ, ഈ ദൂതന്മാർ എന്താണ് അവരോട് ഘോഷിച്ചു പറഞ്ഞത്? അവരോട് പറഞ്ഞത് നിങ്ങൾ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്നുള്ളതാണ്. നടന്നു പോകുക എന്നുള്ളതല്ല, നിങ്ങൾ ഓടിപ്പോക എന്ന് സൂചിപ്പിക്കുന്നത് അതെ അടിയന്തരതയാണ് കാണിക്കുന്നത്. അടിയന്തരത. ഇന്ന് അടിയന്തരമായിട്ട് നമ്മൾ ഈ ലോകത്തെ വിട്ട് ഓടിപ്പോകുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. കൃപയാൽ ഈ ലോകത്തെ വിട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് പ്രാപ്തി തരുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയാണോ? അതെ, ഈ ലോകത്തെ മറന്നുകൊണ്ട്, ഈ ലോകത്തെ സ്നേഹിക്കാതെ അതെ ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള വചനങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ദൂതൻ പറയുന്നുണ്ട്, പുറകോട്ട് നോക്കരുത്. എന്താ പുറകോട്ട് നോക്കരുത് എന്ന് പറയുന്നതിൻ്റെ ആത്മീയമായ അർത്ഥം? അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞു വരരുത്. അതായത് ഒരിക്കൽ ഓടുവാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഒരിക്കൽ അതേ ഈ ദൂതൻ്റെ വാക്ക് കേട്ട് ഓടിപ്പോകുവാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോകത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് പുറകോട്ട് നോക്കുന്നതിന് തുല്യമാണ്. ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞല്ലോ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അതിനർത്ഥം തീരുമാനമെടുത്ത ശേഷം പുറകോട്ട് നോക്കുന്നവർ, അതായത് വിട്ടുപോകുന്ന ഇടങ്ങളിലേക്ക് വീണ്ടും ചിന്തിക്കുന്ന ആളുകൾ, അതെ പഴയ കാര്യങ്ങളെ ഓർക്കുന്നവരായ ആളുകൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ തീരുമാനമെടുത്ത ശേഷം അയ്യോ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ പോകുന്നത് തെറ്റായിപ്പോയി, അത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ പുറകോട്ട് നോക്കുന്ന അനുഭവമാണ്. അതിന് ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതായത് നമ്മുടെ ചിന്തകൾ എവിടേക്കാണ് കടന്നു വരേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോത്തും തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ അതെ ഓടിപ്പോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയെന്ന് 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളത്. അതായത് തിരിഞ്ഞു നോക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഇത് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി പറയേണ്ട കാര്യമാണ്, എങ്കിലും ഇവിടെ ഈ കാര്യം പറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 26-ാമത്തെ വാക്യം അഡ്വാൻസ് ആയിട്ട് വായിക്കുന്നത്. നോക്കൂ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ
കർത്താവ് യേശുക്രിസ്തു ആ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് വളരെ വ്യക്തമായൊരു വാണിങ് നമുക്ക് എല്ലാവർക്കും നൽകുകയാണ്. അതായത് ദൂതന്മാർ നമ്മളോട് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാഹളം ഊതിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി തിരിഞ്ഞു നോക്കുന്നത് നന്നായ കാര്യമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസ്താവ്യം. അതേപോലെ തന്നെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ആവലാതികൾ, വലിയ ഉത്കണ്ഠകൾ നമ്മെ എങ്ങും എത്തിക്കുകയില്ല, നമ്മുടെ ഓട്ടത്തെ സാവധാനമാക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എവിടേക്കായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ്, നമ്മുടെ ലക്ഷ്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാകാം, ഇതെല്ലാം നമുക്കുണ്ടാകാം. പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, അതായത് നിത്യജീവൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മളുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് ഇരിക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ നമ്മളായിരുന്നാൽ നമ്മുടെ നിക്ഷേപം നമ്മളെപ്പോഴും ഈ ഭൂമിയിലാണ് വെക്കുന്നത്. ഈ ഭൂമിയിൽ വെക്കുന്ന നിമിത്തം എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് പുഴുവും തുരുമ്പും കെടുക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പുഴുവും തുരുമ്പും കെടുക്കാതെയുള്ളതായ, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്നതായ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, അതേ 21-ാമത്തെ വാക്യത്തിൽ, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നോക്കൂ, നിന്റെ നിക്ഷേപമുള്ളിടത്ത്. ദൈവം ആഗ്രഹിച്ചത് ലോത്തിന്റെ നിക്ഷേപം അത് ദൈവത്തിലായിരിക്കണമെന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ലോത്തിന്റെ നിക്ഷേപം ദൈവത്തെങ്കിലേക്ക് വരുവാനിടയായില്ല. ലോത്തിന്റെ നിക്ഷേപം എപ്പോഴും സൊദോമിൽ തന്നെയായിരുന്നു. പക്ഷേ അബ്രഹാമിനെ നോക്കുക, അബ്രഹാമിന്റെ ലക്ഷ്യം എവിടേക്കായിരുന്നു? അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ചു മുന്നോട്ട് പോയെങ്കിലും അബ്രഹാമിൻ്റെ നിക്ഷേപം അത് ദൈവത്തെങ്കിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, അബ്രഹാം അത് വിശ്വാസത്താൽ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അവൻ നോക്കി പാർത്തിരുന്നു. അതേ, തൻ്റെ മക്കളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അബ്രഹാം അങ്ങനെ തന്നെ ചെയ്തുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അതേ, നമ്മൾ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കുന്ന അനുഭവം പാടില്ല എന്നുള്ളതാണ്. ദൈവം അനുവദിച്ചാൽ ഈ വാക്യത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മുടെ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ആരെങ്കിലും അപ്രകാരം പുറകോട്ട് നോക്കുന്ന അനുഭവങ്ങളുണ്ടോ? ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വയ്ക്കാതെ, ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കാതെ, ദൈവത്തിൽ നമ്മളുടെ ഹൃദയത്തെ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നതായ ഒരു ജീവിത അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അതെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സമർപ്പണം ആവശ്യപ്പെടുമോ? ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും ദൈവത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ വയ്ക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ഈ ഭൂമിയിലല്ല ഞങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കേണ്ടത്, സ്വർഗത്തിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് കർത്താവെ, ലോത്തിനെ പോലെ ആകാതെ ദൈവത്തിൽ പൂർണ്ണമായും പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയെ ഓടുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെയും ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.